നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അരയിലെ ചരടോടെ പോയി. ഇതെങ്ങനെ അരയിൽ ഊരിപ്പോയത്? രാത്രി കിടക്കാൻ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഇനി കിടക്കയിലൂടെ ഊരിപ്പോയതാണോ? വിശാൽ സർ, എന്താ? പാർവതി, എന്റെ അരയിൽ കെട്ടിയിരുന്ന ആ ചരടില്ലേ, അതിപ്പോ കാണുന്നില്ല. കാണുന്നില്ലേ? എവിടെ? ഞാൻ നോക്കട്ടെ. അയ്യോ, താൻ എന്താ ഈ കാണിക്കുന്നേ? ഞാനൊന്ന് കാണട്ടെ സർ. അയ്യേ, വേണ്ട വേണ്ട വേണ്ട, താനിപ്പോ കാണുവൊന്നും വേണ്ട. ഞാനിപ്പോ കണ്ടാലെന്താ? ചരടില്ലാന്ന് ഞാൻ പറഞ്ഞല്ലേ, പിന്നെ തനിക്ക് വിശ്വാസമില്ലേ? ഇല്ല, എനിക്ക് ഇത്തിരി വിശ്വാസക്കുറവുണ്ട്. എന്നാലേ താൻ വിശ്വസിക്കണ്ട. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഞാൻ നോക്കട്ടെ. വിട് പാർവതി, ഞാൻ പറഞ്ഞില്ലേ. പാർവതി മാറി നിൽക്ക്. അയ്യോ, നിക്ക് നിക്ക് നിക്ക്. എന്താ? അരയില് ചരടില്ലാതെ സാർ പോവണ്ട. അതിന് ചരടെവിടെ? ചരടൊക്കെ നമുക്ക് പിന്നീട് കെട്ടാം. നീ മാറ്. പിന്നീടൊന്നും ആക്കണ്ടെന്നേ, ഇപ്പൊ തന്നെ കെട്ടാം. ചരടേ ദാ എന്റെ കയ്യിലുണ്ട്. നീ നോക്കി. അത് ശരി. അപ്പോ മുൻകൂറായിട്ട് കുറെ ചരട് താൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണല്ലേ? ഇതുപോലെ ഇന്നലെ ഒരെണ്ണം കെട്ടിത്തന്നു, അത് കാണാതായപ്പോ ദേ മറ്റൊന്ന്. താൻ ഇങ്ങനെ ഒന്നിനു പുറകെ ചരടിങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ആദ്യം നഷ്ടപ്പെട്ട ചരട് എവിടെയാണെന്ന് തനിക്ക് അറിയായിരിക്കുമല്ലോ. എനിക്ക് എന്റെ അമ്മ കെട്ടിത്തന്ന ആ ചരട് എവിടെയാ പാർവതി? അത് ഒരു കള്ളക്കാക്ക വന്ന് കൊത്തിക്കൊണ്ടുപോയി. സാർ ഇപ്പോ ഈ ചരട് കെട്ട്. ബാ. ഇനി സാറ് എവിടെ വേണമെങ്കിലും പോയിക്കോ. അപ്പോ ആ ചരട് എവിടെയാണെന്ന് താൻ പറയില്ലല്ലേ? ഞാനേ പോയിട്ട് വരട്ടെ, തന്നെ ഞാൻ കാണിച്ചു തരാം. എന്ത് ചരടാണോ? എന്താണെന്ന് ഞാൻ വന്നിട്ട് നിനക്ക് കാണിച്ചു തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.